പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കുന്നത് സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. അവിടെ ചിന്തനീയമായ ആ വേർഡ്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ തുടക്കത്തേക്കാൾ ഒടുക്കം ഏറ്റവും നല്ലതായിരിക്കാൻ വേണ്ടിയാണ്. തുടക്കം എല്ലായ്പ്പോഴും വളരെ ചെറിയ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ ആരും അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ, ഒന്നുമില്ലാതെ ശൂന്യാവസ്ഥയിൽ വെറുകയായിട്ട് വന്നവരാണ് നമ്മൾ പലരും. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ അവസാനം ഏറ്റവും ബെസ്റ്റായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ, ആ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ പല വിഷയങ്ങളിൽ നമ്മൾ ശൂന്യാവസ്ഥകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞ് മാനസികമായ സംഘർഷത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ ആരംഭത്തെക്കാട്ടിൽ അവസാനം നല്ലതാക്കി തരുവാൻ കർത്താവിന് കഴിയും. നമുക്കറിയാം, ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭം, ആ ഭൂമി പാഴായും ശൂന്യമായിരുന്ന ഭൂമി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായിരുന്നു. അവിടെ പാഴായിരുന്നു, ശൂന്യമായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭൂമിയെ മനോഹരമായ ഭൂമിയാക്കി മാറ്റി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഭൂമി, പഴയ ആകാശവും പഴയ ഭൂമിയും മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് ജീവിക്കുവാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരംഭത്തെക്കാട്ടിൽ അവസാനം ഏറ്റവും നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭാരപ്പെട്ട് അല്ലെങ്കിൽ വളരെയധികം ബന്ധപ്പെട്ട് ഓടുന്ന പലരും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വഴിയില്ല എന്ന് ചിന്തിക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, നിന്റെ ആരംഭത്തെക്കാട്ടിൽ അവസാനം ഏറ്റവും നന്നാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമിനെ നോക്ക്. അബ്രഹാം ഒറ്റയ്ക്ക് മെസൊപ്പൊത്താമ്യയിൽ നിന്ന് അവൻ ഒറ്റയ്ക്ക് വിളിക്കപ്പെട്ടു. അവനോട് ആദ്യം ദൈവം പറഞ്ഞതാണ്, നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ സ്വജനത്തെയും എല്ലാം വിട്ടിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എല്ലാം വിട്ടു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ എല്ലാം വിട്ട് കളഞ്ഞു. സ്വന്തക്കാരെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു കാര്യം ദൈവം അഷർ ചെയ്തു, ദൈവത്തിന് പിന്നാലെ പോകുന്നവനെ ഒരു നാളും ദൈവം വിടത്തില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അതിനും തയ്യാറായി ആ നല്ല മനുഷ്യൻ, അതിനും തയ്യാറായി മോറിയ മലയിലേക്ക് ഇസഹാക്കിനെ കൊണ്ടുപോയി. നല്ലൊരു കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. ദൈവം ഇസഹാക്കിന് പകരമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തെക്കാട്ടിൽ ഒടുക്കം ബെസ്റ്റ്. അബ്രഹാം ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ചു. 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കും. നോക്കണം, ആദ്യത്തേതിൽ ഒന്നുമില്ലാതെ ഇറങ്ങിയതാണ്. എന്നാൽ അവസാന കാലഘട്ടം വന്നപ്പോഴേക്കും 100 വയസ്സ് കഴിഞ്ഞ് 120-125 വയസ്സിനിടയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കും. എൻ്റെ ആരംഭത്തെക്കാട്ടിൽ, ആരംഭത്തിൽ നീ ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ച വ്യക്തിയായിരിക്കാം. നീ നിന്റെ ബിസിനസ്സിൽ ശൂന്യാവസ്ഥയിൽ തുടങ്ങുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ വിദ്യാഭ്യാസത്തിൽ ആ അപ്രധാനമായ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും നിന്റെ കൈവശമുള്ളത്. അല്ലെങ്കിൽ നിന്റെ സമൂഹത്തിൽ നീ അപ്രധാനമായ ഒരു വ്യക്തിയായിരിക്കാം.
എന്നാൽ ദൈവം നിങ്ങൾക്ക് അഷ്വറൻസ് തരുന്നു, നിന്റെ ആരംഭത്തെക്കാട്ടിൽ അവസാനം ശ്രേഷ്ഠമാക്കുവാൻ ദൈവത്തിന് കഴിയും. അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ നിന്റെ ജീവിതം അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പ്രതീക്ഷ കൈവിടരുത്, ശുഭാപ്തി വിശ്വാസം കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്, വിശ്വാസം കൈവിടരുത്, ദൈവസ്നേഹം കൈവിടരുത്. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആമേൻ.